കോട്ടയത്തെ പനച്ചിക്കാട് പരുത്തുംപാറ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും നേരെ പലതവണ നായ്ക്കളുടെ ആക്രമണം ഉണ്ടാവുകയും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പനച്ചിക്കാട് പഞ്ചായത്തിലെ പരുത്തുംപാറ ടൗണും പരിസര പ്രദേശങ്ങളും തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. ടൗണിന്റെ മുക്കിലും മൂലയിലും കടത്തിണ്ണകളിലും വെയിറ്റിംഗ് ഷെഡുകളിലുമെല്ലാം എപ്പോഴും തെരുവുനായ്ക്കളുടെ സാന്നിധ്യമുണ്ട്. ഒറ്റയ്ക്കും കൂട്ടമായും കറങ്ങി നടക്കുന്ന തെരുവുനായ്ക്കൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നിരവധി പേരെ ആക്രമിച്ചതായാണ് നാട്ടുകാരും വ്യാപാരികളും പറയുന്നത്. തെരുവുനായ്ക്കൾ മൂലം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സംഭവങ്ങളും കുറവല്ല. പകൽ പൊതുവെ ശാന്ത സ്വഭാവക്കാരായി കാണപ്പെടുന്ന തെരുവുനായ്ക്കളും രാത്രികാലങ്ങളിൽ ആക്രമകാരികളായി മാറും. ഇരുചക്ര വാഹനങ്ങളിലും മറ്റു ചെറുവാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്ക് നേരെ രാത്രികാലങ്ങളിൽ തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാണ്. ഭയങ്കര പ്രശ്നം തന്നെയാണ് തെരുവുനായ്ക്കളുടെ. പരുത്തുംപാറ, നെല്ലിക്ക, പാറക്കുളം എല്ലാം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ബൈക്കുകാർക്ക്, സ്കൂട്ടർ, ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ തെരുവുനായ്ക്കളെ ആക്രമിക്കുന്നൊരു അവസ്ഥയാണുള്ളത്. അതുപോലെ കാൽനട യാത്രക്കാർക്ക് ഒരു കാരണവശാലും വെളുപ്പിനെ നടപ്പുകാർക്കൊന്നും നടക്കാൻ വയ്യാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടമാനം പെരുകിയിരിക്കുകയാണ് ഈ പ്രദേശത്താകെ. പ്രത്യേകിച്ച് പരുത്തുംപാറ കവലയിൽ നമ്മൾ ആ സമയത്ത് ഇതിലെ യാദൃച്ഛികമായി യാത്ര ചെയ്യേണ്ടി വന്നാൽ വളരെ ദുരിതമാണ്. പേടിച്ചിട്ടാണ് ബൈക്കിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെല്ലിക്കലാണെങ്കിലും നെല്ലിക്ക വെച്ച് ഒരു വണ്ടിക്കാരെ ക്രോസ് ചെയ്ത്, തെരുവുനായ ക്രോസ് ചെയ്ത് വണ്ടി മറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണക്കാരും സ്കൂളിൽ പോകുന്ന കുട്ടികളുമൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനോ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിനോ ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പരാതി. തെരുവുനായ വന്ധ്യംകരണം നടപ്പാക്കാത്തതിനാൽ ഇവ പെറ്റുപെരുകുകയാണ്. തെരുവുനായ വന്ധ്യംകരണത്തിനും തുടർപരിചരണത്തിനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഇനിയും നടപ്പായിട്ടില്ല. അമൃത ന്യൂസ്, കോട്ടയം.